ഈ ദിക്ർ ചൊല്ലിയാലുള്ള നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? വലിയ നേട്ടമാണ്, വലിയ നേട്ടം. ദിക്ർ ഞാൻ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ദിക്ർ. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സമയങ്ങൾ നമ്മൾ പലതിനും ചെലവഴിക്കുന്നുണ്ടല്ലേ. എങ്കിൽ അള്ളാഹുവിനെ ഓർക്കാൻ ഒരു ദിവസത്തിൽ എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹിനെ ഓർക്കാൻ 70 വയസ്സ് വരെ ജീവിച്ചാൽ, 60 വയസ്സ് വരെ ജീവിച്ചാൽ എത്ര ദിവസം നമ്മൾ അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകും? എന്നാൽ നമുക്ക് വളരെ സിമ്പിളായ ചെറിയ ചെറിയ അമലുകൾ ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തിക്കൂടെ? പക്ഷെ നേട്ടമാണെങ്കിലോ, ദിക്ർ ചെറുതാണെങ്കിലും നേട്ടം വലിയ നേട്ടമാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ പറഞ്ഞ ദിക്ർ തന്നെ നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെടുന്നു, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിയാൽ അവർക്ക് ഉപകാരപ്പെടും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും കമൻറ്റും ചെയ്യണം. കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അത് കണ്ട് ആസ്വദിക്കാനല്ല, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണല്ലോ ദിക്ർ. ദിക്ർ ചൊല്ലിയാൽ ഒരാൾ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ, അതായത് സുബ്ഹിയുടെ സമയത്ത് ഒരാൾ ഇത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 നന്മകൾ രേഖപ്പെടുത്തും. 10 നന്മകൾ, 10 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. 10 പദവികൾ അള്ളാഹു ഉയർത്തുകയും ചെയ്യും. 30 ചൊല്ലിയതോ 10 തവണ. ഇനി ഇത് വൈകുന്നേരം ചെയ്താലോ? ഈ ദിക്ർ വൈകുന്നേരം 10 തവണ ഓതിയാലോ, ചൊല്ലിയാലോ, മഗ്‌രിബിന്റെ സമയത്ത് ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്നത് 10 നന്മകൾ അള്ളാഹു അയാളുടെ പേരിൽ രേഖപ്പെടുത്തും. 10 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. 10 പദവികൾ അള്ളാഹു അയാൾക്ക് ഉയർത്തിക്കൊടുക്കും. ഈ 10 പദവികളൊക്കെ ഉയർത്തുക എന്ന് പറയുമ്പോൾ നമുക്കിത് മനസ്സിലാവണമെങ്കിൽ മരിച്ചു മഹ്ശറയിൽ ചെല്ലുമ്പോഴാണ് ഈ പദവിയുടെ നേട്ടമൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ചെറിയ ദിക്റല്ലേ, നമുക്ക് ജീവിതത്തിൽ ഒരു അല്പസമയം മാറ്റി വെച്ചൂടെ? നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലി. അള്ളാഹു നമുക്ക് ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.